My baby told me with a sigh, saying words that came across as a doubt. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി പോവാണ്. നോർമലി എൻ്റെ എല്ലാ ക്ലാസ്സസും ഇവിടെ റിച്ച്മണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ആകെ എന്താ പറയുക, എനിക്ക് ആകെ 10 മിനിറ്റ്സ് നടന്നാൽ മതി. ഇപ്പോൾ എനിക്ക് സൈക്കിളുള്ളതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ മാക്സിമം ഒരു 3 മിനിറ്റ്സ് എനിക്ക് എത്താം. പക്ഷേ ഈ ഒരു കോഴ്സ് മാത്രം ഞാൻ എടുത്തിരിക്കുന്നത് സറയിലാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്നത് ഒരു 1.5 മണിക്കൂറുണ്ട് ബസ്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് സറയിൽ. ഞാൻ ഇതുവരെ സറയിൽ ഒരു പ്രാവശ്യം വെച്ച് ഞാൻ പോയിട്ടുള്ളൂ സറയിൽ ക്യാമ്പസിൽ. എന്തായാലും പോയി നോക്കാം. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. പണ്ട് ശില്പ ഇവിടെ വന്ന് ഓടുമായിരുന്നു. ബസ്സുള്ളൊരു വഴി. എൻ്റെ ബസ് പോയി. $49 എന്ന് പറഞ്ഞ ബസ്സാണ് പോയത്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തുണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ആ ബസ് പോയെങ്കിലും എനിക്ക് വേറെ അടുത്ത ബസ് കിട്ടി. എന്നിട്ട് ഞാനിങ്ങനെ ബസ്സിൻ്റെ ഏറ്റവും മേലെ കയറി ഫ്രണ്ടിൽ കയറിയിരിക്കാം. ഇങ്ങനെ വെയിലൊടുക്കത്ത് അടിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാം. ഈ ബസ് ക്യാമ്പസിൻ്റെ മുമ്പിൽ തന്നെ നിർത്തുന്നത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിക്കണം. അതിന് കുറേ എൻട്രൻസ് ഉണ്ട്. അന്നൊക്കെ ഞാൻ വേറെ ഏതോ വഴിക്കാണ് കയറിയത്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം അങ്ങോട്ട്. അപ്പം ഇവരുടെ പുറകെ പോയി നോക്കാം. അങ്ങനെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ചുറ്റിക്കാണാന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ റിച്ച്മണ്ട് ക്യാമ്പസ് എന്ന് വെച്ചാൽ ഇന്ത്യൻസിനെ കാണാനേ കിട്ടത്തില്ല. പക്ഷെ ഇവിടെ അവരേ ഇല്ലല്ലോ. ഫുൾ ഇന്ത്യൻസ് മാത്രം. ഇന്ന് കോളേജ് ഫുള്ളൊന്ന് ചുറ്റിക്കാണണം. എന്നിട്ട് പോകണം. ഈ ചുറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് നടന്ന് നോക്കാം എന്താ സംഭവം എന്നൊക്കെ. ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. കേപ്പിൻ്റെ ലൈബ്രറി ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എല്ലാം കണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വഴിതെറ്റി ലൈബ്രറിയിലേക്ക് എത്തിയായിരുന്നു. ഇപ്പോൾ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഈ ക്യാമ്പസ് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയം എടുക്കും. എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോറിൽ കൂടെ കയറി അടുത്ത ബിൽഡിങ്ങിൽ കയറിയപ്പോൾ അത് ലൈബ്രറി ആയിരുന്നു. അത് തന്നെ സെയിം ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ എവിടെയോ കറങ്ങി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞാൻ എങ്ങോട്ടോ കറങ്ങിപ്പോയത്. അവിടെ നിന്നാണ് ഞാൻ എണീറ്റ് ഇത്രയും കറങ്ങി എവിടെയോ പിന്നെ ഇവിടെ തന്നെ എത്തി. പക്ഷെ ഇതാണെന്ന് ലൈബ്രറി കയറി നോക്കുക. സ്റ്റെപ്പ് നേരെ 8 മേലേക്കാണ്. ഒന്ന് പോയി നോക്കിയാലോ? പോയണോ? ഫുള്ളിന് തിരിച്ചിറങ്ങണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. പക്ഷെ എനിക്ക് മുകളിൽ വരെ പോയി നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത്ര വരെ പോയാൽ എനിക്കൊരു മടി. ഇതിൽ ഇവിടെ കയറാം, മേലെ വരെ കയറാൻ എനിക്ക് പോയി. അയ്യോ, കൊയച്ചാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇൻട്രസ്റ്റ് കൊള്ളാം. ഇപ്പം എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു ഇവിടെ അടുത്തുള്ളൊരു മെറ്റിയിൽ വന്നത്. കോളേജിൽ ടീം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ലായിരുന്നു. ഞാനൊരു ഐസ്ഡ് കോഫിയും ഒരു ചിക്കനൊക്കെ വാങ്ങി ഇവിടെ ഇരുന്ന് കഴിച്ച് മെല്ലാണ് വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. റിച്ച്മണ്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ഒരു ലേക്കിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കാം. എന്തോ ഷെറിന്ന് റിച്ച്മണ്ട് തിരിച്ചെത്തി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എന്താണെന്നറിയാം. ഇതൊക്കെ വീട്ടിൽ പോകാൻ ഞാൻ വരുമ്പോൾ ഇവിടെയൊക്കെ നിറച്ചും താറാവ് വെക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ അത് പോയി. പക്ഷെ അതിലേക്ക് ഇങ്ങനെ താറാവ് പറഞ്ഞല്ല
നീന്തി നടക്കുന്നുണ്ട്. കൊള്ളാം, നല്ല സ്ഥലം. അങ്ങനെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് യാർഡാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ടാറ്റാ ബൈ ബൈ സി.